ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 5 38 മുതലുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പഴയ നിയമത്തിൽ അയൽക്കാരെ സ്നേഹിക്കാനും എന്നാൽ ശത്രുവിനെയും പുറംജാതിക്കാരെയും വെറുക്കാനുമുള്ള ഒരു ശൈലി യഹൂദർ ആർജിച്ചെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈശോ ഈ അന്ധമായ നിയമാനുഷ്ഠാനങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിച്ചില്ല. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണരാകണമെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കുകയും എല്ലാവരെയും ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് ഈശോ പഠിപ്പിച്ചു. അവിടുന്ന് ആരെയും മാറ്റി നിർത്തിയില്ല. മഴ പെയ്യിക്കുന്നതും സൂര്യനെ ഉദിപ്പിക്കുന്നതും എല്ലാവരുടെയും മേൽ ഒരുപോലെ തന്നെയാണ്. ആവശ്യങ്ങളുമായി സമീപിക്കുന്നവരെ പൂർണ്ണ മനസ്സോടെ സഹായിക്കണമെന്നും ചോദിക്കുന്നതിലും അധികം നൽകണമെന്നും ഈശോ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. എന്നാൽ നാം ഇന്ന് വാങ്ങിക്കൂട്ടലുകളുടെ ലോകത്താണ്. എന്തും ഏതും സ്വന്തമാക്കണമെന്ന ചിന്തകളാണ് എല്ലാവരെയും ഭരിക്കുന്നത്. പരസ്പരം ക്ഷമിക്കുന്ന, വിട്ടുകൊടുക്കുന്ന, സ്നേഹിക്കുന്ന നല്ല മനോഭാവങ്ങളുടെ സാധ്യതകൾ ഇന്നും മങ്ങിമറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ക്ഷമിക്കുന്ന, കരുണ കാണിക്കുന്ന, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഈശോയുടെ മാതൃക നമ്മെ ഏറെ സ്വാധീനിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ, കഴിഞ്ഞ ഇന്നലകളെ, ക്ഷമിക്കാൻ, മറക്കാൻ സാധിക്കാത്ത ഓർമ്മകളെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ചെയ്തുപോയ അപരാധങ്ങളെക്കാളേറെ അതൊക്കെയും ക്ഷമിക്കപ്പെട്ടു എന്നറിയുന്ന നേരത്തല്ലേ സത്യത്തിൽ നമ്മുടെ മിഴികൾ നിറയുന്നത്. ക്ഷമിക്കപ്പെടുമ്പോഴും അവരനോട് ക്ഷമിക്കുമ്പോഴും ഉതിർന്നു വീഴുന്ന മിഴിനീരിൻ്റെ നനവേറ്റ് നന്മയുടെ നല്ല ഫലങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ക്രൂശിതൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.